എന്നെ അടിതൊട്ട് മുടിവരെ നോക്കുന്നു. എന്ത് പറ്റി ഗൗരി, ഇങ്ങനെയൊക്കെ ഒരു ടെറർ ലുക്കൊക്കെ തരണേ? അടുത്ത പണി തരാന്നായിരിക്കും. അതെ, എനിക്കും അങ്ങനെയൊക്കെ തോന്നി. ഗൗരിക്കുട്ടി നന്നായി പാടി. ആരോട് ആദ്യം ചോദിക്കണ്ടേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനൊക്കെ മുമ്പ് കാര്യം പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചോദിക്കുന്ന കാര്യം. അതെ, ചോദിച്ചോളൂ ഗൗരി. കാറ്റെന്ന പൂച്ച റാറ്റെന്ന എലിയെ കാറ്റെന്നു പിടിച്ചു ഈറ്റെന്നു തിന്നു. സൗഭാഗ്യ ചേച്ചി. അതായത് ഞാൻ അടുത്ത പുതിയ പാട്ടുമല്ലേ ഞാൻ ഇവിടെ. ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് ഫുള്ള് പറയോ കേൾക്കാൻ? കാറ്റെന്ന പൂച്ച റാറ്റെന്ന എലിയെ കാറ്റൊന്നു പിടിച്ചു ഈറ്റെന്നു തിന്നു. കമന്റ്സ് വേണ്ടേ? സൗഭാഗ്യ ചേച്ചി. ഗൗരി നന്നായിട്ട് പാടി. ഗൗരി ഭയങ്കര ക്യൂട്ടായിരുന്നു ഗൗരിയുടെ പാട്ട് കേൾക്കാനായിട്ട്. എസ്പെഷ്യലി ആ ഹമ്മിങ്ങിന്റെ ആ പോർഷനൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു. കീപ് ഇറ്റ് അപ്പ് ഗൗരി. താങ്ക് യു.
അടുത്തുണ്ടോ അതോ ഞാൻ പറയട്ടെ? അരി പൊരി ശർക്കര കാറ്റ് എന്ന പൂച്ച. ഇവിടെ സൗഭാഗ്യ ചേച്ചി ഒരെണ്ണം പറഞ്ഞില്ല, ഉറക്കെ പറ. എല്ലാവർക്കും പറ, അറിയാം. ഒന്നും അരി പൊരി ശർക്കര ഉണ്ട മാവ്. മാവന്ന് ഞാൻ അല്ല ഗൗരി എന്നെന്താ? ക്യാറ്റെന്ന പൂച്ച റാറ്റെന്ന എലിയെ ക്യാറ്റൊന്നു പിടിച്ചു ഈറ്റെന്നു തിന്നു. വിവേകാങ്കിൾ. വിവേക അങ്കിളിലൊക്കെ ആയിട്ടോ. ഇത് മാറ്റണോ ഇനി? വിവേകങ്ങൾ പറയൂ വിവേകങ്ങൾ. എടാ വിവേക എന്ന് പറയിപ്പിക്കോ കൊച്ചിനെ കൊണ്ട്? മക്കളെ അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഈ പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ട് നിങ്ങളാരും? ഞാൻ ഇതുവരെ ഈ പാട്ട് കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഇനി ഇപ്പൊ ഈ പാട്ട് ഇനി കേൾക്കുമ്പോ എനിക്ക് ഇതായിരിക്കും ഓർമ്മ. ശരിക്കും എനിക്ക് നമ്മളെ ഗൗരിക്കുട്ടി പാടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്കിനി ആ ശരിക്കും നമ്മൾ സുശീല മാം പാടിയത് എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് ഗൗരിക്കുട്ടി പാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നന്നായിട്ട് പാടി കേട്ടോ, അടിപൊളിയായിട്ട് പാടിക്കളഞ്ഞു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഉഗ്രമായിട്ട് പാടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വളരെ നന്നായി. ഇനിയിപ്പോ ഇനി അടുത്ത് നമ്മളെ ഈറ്റെന്ന പൂച്ച എന്ത് ഇനിയിപ്പോ റാറ്റും പൂച്ചയൊക്കെ ഒറ്റ ആളേ ഉള്ളൂ. കമന്റ് പറയണ്ടേ? അയ്യോ അമ്മു എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൗരിക്കുട്ടി, നന്നായിട്ട് പാടി, അടിപൊളിയായിരുന്നു. നമ്മൾ 3 പേരും ഇവിടെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. വിവേകേട്ടൻ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് നമ്മള് 3 പേരും കേൾക്കുന്ന, പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. നന്നായി പാടി, അടിപൊളി. അതുപോലെ ഗൗരി സെമി ഫൈനൽസിലേക്ക് സെലക്ട് ആയതിനെ പറ്റി എന്താണ് പാരന്റ്സിന് പറയാനുള്ളത്? സന്തോഷമുണ്ട്. അല്ല ഗൗരിയുടെ ഈ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഇതുവരെയുള്ള പെർഫോമൻസ്, ഗൗരിയാണല്ലോ ഈ ഫ്ലോറിൽ ഏറ്റവും പ്രായം കുറഞ്ഞ. അതെ അതെ, അതിന്റെ ഒരു ലാളന ഗൗരിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പാട്ട് തെറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിലുള്ള 971 അതാണ് അതിന്റെ ശരി. തെറ്റ് എന്ന് പറഞ്ഞ സിനിമയിലുള്ളതാണ് ഈ പാട്ട്. പിന്നെ ഗൗരിക്കാണെങ്കിൽ ഇപ്പൊ സെമി ഫൈനലിൽ എത്തുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, നാട്ടിൽ ഞങ്ങൾ ശരിക്കും ഇപ്പൊ താമസിക്കുന്ന എറണാകുളത്താണ്, ജോലി സംബന്ധമായ കാര്യങ്ങൾ. ശരിക്കും ഞങ്ങൾ കോഴിക്കോട്ട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് ചെറുകുളത്തൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണിത്. ശരിക്കും ഗ്രാമം തന്നെയാണ് ഇപ്പോൾ, പക്ഷേ കുറച്ചും കൂടി മോഡേൺ ആയി വരുന്നൊരു സ്പീഡപ്പ് ആവുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു വായനശാലേനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ആ വായനശാലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 7-ാം തീയതി ഞങ്ങളെ വായനശാലേൻ്റെ 50-ാം വാർഷികമായിരുന്നു. അപ്പോൾ അതിൽ ഗൗരിക്കൊരു സ്വീകരണമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയാത്തന്നെ. അത് മാത്രമല്ല, പിന്നെ വായനശാലേൻ്റെ കൂടെ തന്നെ കുറേ ക്ലബ്ബുകളും ഒക്കെ ഉള്ള സാംസ്കാരികമായ രംഗത്ത് കുറച്ച് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പ്രദേശമാണ്. അപ്പോൾ മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ്, പിന്നൊരു ക്ഷേത്രമുണ്ട്, കുന്നത്തടത്തിൽ ക്ഷേത്രം. അവിടെ ഈ 2 ആൾക്കാരും ഗൗരീനെ നേരിട്ട് ക്ഷണിക്കുകയുണ്ടായി. ഞങ്ങളവിടെ പോയി അവരൊരു സ്വീകരണമൊക്കെ. അടിപൊളി. എന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ല കേട്ടാ. നാട്ടിലെ സ്റ്റാർ ആണ്, സെലിബ്രിറ്റിയാണ്. ബാക്കി പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്, എനിക്ക് ഈ പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. എല്ലാം അമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ഈ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മൾ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ചിട്ട് എങ്ങനെ മുകളിലോട്ട് ഗ്രാഫ് എങ്ങനെയാണ്, എന്താണ് പറയാനുള്ള അമ്മയ്ക്ക്? ഈ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും വളരെ റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ നമുക്ക് ഒരിക്കലും ഒരു ടെൻഷനായിട്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ എപ്പിസോഡ് മുന്നോട്ട് പോകുന്തോറും അവർക്ക് കോൺഫിഡൻസ് കൂടിക്കൂടി വരികയാണ്. അതുപോലെ ഗ്രൂമിങ് സെക്ഷൻ ആണെങ്കിലും വളരെ കുറച്ച് സമയം കൊണ്ട് ആദ്യമൊക്കെ ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും ഇവരെ ഗ്രൂം ചെയ്യുന്നതെന്ന്. അപ്പം ഞങ്ങൾ കേൾക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. കുറച്ച് സമയം കൊണ്ട് അവർ കൊടുക്കുന്ന കറക്ഷൻസ് വളരെ 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 ഇവർക്ക് മാറ്റം വരുത്തുന്നുണ്ട് പാട്ടിൽ. അപ്പോൾ ഇത് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തായാലും അവരുടെ കോൺഫിഡൻസ് ഒരുപാട് വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഷോ. അതിന് അമൃത ടിവിക്ക് പ്രത്യേകം നന്ദി. ഞങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും അത്രയില്ല. പക്ഷെ ഞങ്ങൾ വരുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം എന്ന് പറയുന്നത് ഞങ്ങളെ ചെറുകുളത്തൂരാണ്. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 150-ൽ കൂടുതൽ ആൾക്കാർ മരണാനന്തരം അവരുടെ കണ്ണുകൾ ഈ നേത്രദാനമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊടുത്ത്, ആ വഴിക്ക് 300-ലധികം ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഇരുട്ടിൻ്റെ ലോകത്തുനിന്ന് അവർ വെളിച്ചത്തിൻ്റെ ലോകത്തെത്തി. അത് ഞങ്ങൾ ഇത് പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കണം. വളരെ നല്ല കാര്യം. എന്തായാലും അടുത്ത പെർഫോമൻസ് ഇതിൽ നിന്ന് തകർപ്പനാക്കും, ആക്കൂലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗൗരിക്കുട്ടി
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.